മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും കാറിൽ അപകടയാത്ര. തെലങ്കാന രജിസ്ട്രേഷൻ കാറിലാണ് സാഹസിക യാത്ര. പെരിയ കനാൽ ഭാഗത്താണ് യുവാവ് കാറിന്റെ ഡോറിൽ കയറിയിരുന്ന് യാത്ര ചെയ്തത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം അതിസാഹസികമായാണ്, കടന്ന കൈയാണ്. എന്താണ് സംഭവിക്കുന്നത്? തുടർച്ചയായി ഇങ്ങനെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതിപ്പോഴും തുടരുന്നു എന്നുള്ളത് വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. സ്മിത ക്രിസ്റ്റീന, മൂന്നാർ ഗ്യാപ്പ് റോഡിലെ ഗതാഗത നിയമലംഘനങ്ങൾ തുടർക്കഥയാകുന്നു. അതിൽ എത്ര പരിശോധനകൾ നടത്തിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോദസഞ്ചാരികളാണ് നിയമലംഘനങ്ങൾ കൂടുതലായി നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെലങ്കാന സ്റ്റേറ്റ് രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് ഇന്ന് രാവിലെ അപകടകരമായ രീതിയിൽ ഡോറിൽ കയറിയിരുന്നുകൊണ്ട് യുവാവ് യാത്ര ചെയ്യുന്നത്. പെരിയകനാൽ ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പകർത്തി മോട്ടോർ വാഹന വകുപ്പിന് ഈ പിന്നാലെ എത്തിയ വാഹനയാത്രികർ അയച്ചു കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഈ വാഹനം, തെലങ്കാന രജിസ്ട്രേഷനുള്ള ഈ വാഹനം, അപകടകരമായ ഓടിയ വാഹനം മൂന്നാറിലെത്തുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുമെന്നും നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ സാഹസിക അപകട യാത്ര ചെയ്ത വാഹന യാത്രികർക്കെതിരെയും വാഹനങ്ങൾക്കെതിരെയും മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തിരുന്നു. ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഈ കാർ മൂന്നാറിലെത്തുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുകയും പിടിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. വൈറലായി മരണത്തിലേക്ക് നടന്നു പോകുന്നവരുടെയും അപകടത്തിലേക്ക് പോകുന്നവരുടെയൊക്കെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കാര്യമായ ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ പോലും ഒരു വിഭാഗം ഇതിൽ പലപ്പോഴും ഞാൻ കാണാറുള്ളതാണ്. രണ്ട് വിഭാഗം ഉണ്ടല്ലോ ഓരോ കാര്യത്തിനും. എന്താണ് ഇങ്ങനെ ചെയ്താൽ കുഴപ്പം, അവർ സൂക്ഷിച്ചു പോയാൽ പോരെ. പക്ഷെ അങ്ങനെയല്ലെന്നേ, എല്ലാവരും സൂക്ഷിച്ചാണ് പലപ്പോഴും പോകുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി, കാര്യങ്ങളൊക്കെ അവതാളത്തിലായി പോകും. നമ്മുടെ ജീവൻ തന്നെ അങ്ങ് പൊലിഞ്ഞു പോവുകയാണ്. അപ്പോൾ പിന്നെ ആ കളിക്ക് നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്.